നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് T20I മത്സരത്തിനിടക്ക് നടന്ന ചില സംഭവങ്ങളെക്കുറിച്ച് ഇപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വിശദമായിട്ട് തന്നെ പ്രതികരിച്ചിരിക്കുകയാണ്. ചില പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയായിരുന്നു. അപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ ഒഫീഷ്യലായിട്ട് അറിയിപ്പ് രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക അറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യ ന്യൂസിലാൻഡ് T20 മത്സരത്തിനിടെ സ്റ്റേഡിയത്തിൽ ചിലയിടങ്ങളിൽ കുടിവെള്ളത്തിന് അമിത വില ഈടാക്കിയതിനെക്കുറിച്ച് കാണികൾ ഉന്നയിച്ച പരാതികൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി നൽകുന്ന വിശദീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണിപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നത്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഒന്ന് നോക്കാം. അതിങ്ങനെയാണ്: തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 2026 ജനുവരി 31 നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് T20 മത്സരത്തിനിടെ കാണികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഔദ്യോഗികമായി നടപടികൾ ആരംഭിച്ചതായി അറിയിക്കുന്നു. സ്റ്റേഡിയത്തിലെ ചില ഭാഗങ്ങളിൽ കുടിവെള്ളത്തിന് അമിത വില ഈടാക്കിയ സംഭവം സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ക്രിക്കറ്റ് ആരാധകർക്ക് മികച്ച അനുഭവം ഉറപ്പാക്കേണ്ട വേദിയിൽ ഇത്തരം പരാതികൾ ഉയർന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളിലെ പാനീയ വിതരണത്തിനുള്ള സ്പോൺസറെ നിശ്ചയിക്കുന്നത് BCCI ആണ്. BCCIയുമായുള്ള കരാർ പ്രകാരം 200 മില്ലി ലിറ്റർ കുടിവെള്ളത്തിന് 10 രൂപയും 250 മില്ലി ലിറ്റർ എനർജി ഡ്രിങ്ക് ഓർ ജ്യൂസ് എന്നിവയ്ക്ക് 50 രൂപയുമാണ് പരമാവധി വില നിശ്ചയിച്ചിരിക്കുന്നത്. ഈ നിരക്കുകൾ സ്റ്റാളുകളിൽ കൃത്യമായി വ്യക്തമായി പ്രദർശിപ്പിക്കണമെന്നും ആവശ്യത്തിന് സ്റ്റോക്ക് കരുതണമെന്നും കരാർ ഏറ്റെടുത്ത ഏജൻസിക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. പരിസ്ഥിതി സൗഹൃദമായ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചു വേണം സേവനങ്ങൾ നൽകാനെന്ന് ഏകോപന യോഗങ്ങളിൽ KCA പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നതാണ്. എന്നിരുന്നാലും മത്സരത്തിനിടെ ചിലയിടങ്ങളിൽ നിശ്ചയിച്ച നിരക്കിനേക്കാൾ കൂടുതൽ തുക ഈടാക്കി ചൂഷണം നടന്നതായുള്ള പരാതികൾ BCCIയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് BCCI അറിയിച്ചിട്ടുണ്ട്. ഏജൻസിയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകൾ പരിശോധിക്കുമെന്നും കാണികൾക്കുണ്ടായ അസൗകര്യങ്ങളിൽ ഖേദിക്കുന്നതായും അറിയിക്കുന്നു. വരും കാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. ഇതാണിപ്പോൾ ഒഫീഷ്യലായിട്ട് KCA അറിയിച്ചിട്ടുള്ളത്. അതായത് അന്ന് മത്സരം നടന്ന സമയത്ത് ചില ഇടങ്ങളിൽ, സ്റ്റേഡിയത്തിലെ ചില ഇടങ്ങളിൽ കുടിവെള്ളത്തിന് അമിത വില ഈടാക്കിയത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആരാധകർക്ക് വലിയ പരാതി അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിശദീകരണം വന്നിരിക്കുന്നത്. അതിൻ്റെ തുക എത്രയാണ്, അതിൻ്റെ വില എന്താണ് നിശ്ചയിച്ചതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 200 മില്ലി ലിറ്റർ കുടിവെള്ളത്തിന് 10 രൂപയും 250 മില്ലി ലിറ്റർ എനർജി ഡ്രിങ്ക് അല്ലെങ്കിൽ ജ്യൂസിന് 50 രൂപയുമാണ് നിശ്ചയിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. ഇത് ഏത് ഏജൻസിക്ക് കൊടുക്കണം അതൊക്കെ തീരുമാനിക്കുന്ന BCCI ആണ്. BCCIയുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ KCA അറിയിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.